ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ പുണ്യദിനങ്ങളാണ്, പ്രാർത്ഥനയുടെ ദിനങ്ങളാണ്. ഈ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ പിന്നാമ്പുറം, ഉറവിടം അത് കുരിശുമരണം തന്നെയാണ്. ഈശോ ശിഷ്യന്മാരോടൊത്ത് അന്ത്യത്താഴം കഴിക്കുന്നു. അത്താഴ സമയത്ത് ഈശോയ്ക്ക് അറിയാം ഒരാൾ ഒറ്റ കൊടുക്കുമെന്ന്. പക്ഷെ അപ്പോഴും ഈശോ അവനെ സ്നേഹിത എന്നാണ് വിളിക്കുന്നത്. നീ ചെയ്യാണ്ടിരിക്കുന്നത് വേഗം പോയി ചെയ്തു കൊള്ളുക എന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. അതിനർത്ഥം നീ പെട്ടെന്ന് പോയി എന്നെ ഒറ്റിക്കൊടുക്കുക എന്നൊന്നുമല്ല. അവന് മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. സ്നേഹിത, നിൻ്റെ ഗുരുവിനെ നീ ഒറ്റിക്കൊടുക്കുന്നത് ശരിയല്ലെന്ന് നീ ഒന്ന് തിരിച്ചറിയണം, നീ പിന്മാറണം എന്ന് ഈശോ പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. ഈശോയ്ക്ക് ഒത്തിരി വേദനയുണ്ട്, സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. ആ വേദനയും സങ്കടവും ദുഃഖവും ഒക്കെ വരുമ്പോൾ തന്നെ പീഡിപ്പിക്കാനിരിക്കുന്നവരെ ഒതുക്കാനായിട്ട് കൊട്ടേഷനൊന്നും കൊടുക്കാൻ ഈശോ പോകുന്നില്ല. ഈശോ നേരെ പോകുന്ന ഗത്സമേനിയിലേക്കാണ്. അവിടെ ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ്, ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടെ തീഷ്ണതയിൽ വിയർപ്പ് തുള്ളികളൊക്കെ രക്തത്തുള്ളികളായിട്ടാണ് നിലത്ത് വീഴുന്നത്. പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവ് ഇവരോട് ക്ഷമിക്കണമേ. കാരണവും പറയുന്നുണ്ട്, ഇവരറിയുന്നില്ല ഇവർ ചെയ്യുന്നത് എന്താണെന്ന്. എൻ്റെ ശരീരത്തിൽ ഇവർ ചാട്ടയും ചമ്മട്ടിയും കൊണ്ട് ഉഴവുചാലുകൾ കീറുമ്പോൾ ഇവരറിയുന്നില്ല ഈശോ ദൈവമാണെന്ന്. മുഖത്ത് കാറി തുപ്പുമ്പോൾ ഇവരറിയുന്നില്ല തുപ്പുന്നത് ദൈവത്തെയാണെന്ന്. പച്ച നുണകൾ വിളിച്ചു പറയുമ്പോൾ ദൈവദൂഷകനെന്നും രാജ്യദ്രോഹിയെന്നും ഒക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ ഇവരറിയുന്നില്ല തൻ്റെ സൃഷ്ടാവായ ദൈവത്തെയാണ് ഇപ്രകാരം വിളിച്ച് അധിക്ഷേപിക്കുന്നതെന്ന്. കുരിശിൽ തറച്ച് കൊല്ലണമെന്ന് ആക്രോശിക്കുമ്പോൾ ഇവരറിയുന്നില്ല ഇത് ഈശോ ദൈവമാണെന്ന്. ആ അറിവില്ലായ്മയുടെ ആനുകൂല്യം അവർക്ക് നൽകണമേ, അവരോട് ക്ഷമിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കടുത്ത മാനസിക വേദനയിലും പ്രതിസന്ധിയിലും നിരപരാധിയായിരിക്കുമ്പോൾ കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെടുമ്പോഴൊക്കെ നമ്മൾ ഏത് ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്നതിൻ്റെ ഒരു വലിയ പാഠമാണ് ഈശോ ഇവിടെ നമുക്ക് തരുന്നത്. നമുക്ക് ആ മാതൃക സ്വന്തമാക്കാം. ആമേൻ.